പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തുടർച്ചയായുള്ള തിരിച്ചടികളിലുണ്ടായ ഞെട്ടലിൽ നിന്നും CPM-ന് പെട്ടെന്ന് കരകയറാനാവില്ലെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടിക്ക് തെറ്റുണ്ടായെങ്കിൽ തിരുത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആദ്യ പ്രതികരണം. പാർട്ടിയുടെ സമുന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ അടക്കം കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും തോറ്റത് മാത്രമല്ല CPM-നേറ്റ തിരിച്ചടി. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വൻ വിജയമാണ് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. തോൽവിയെക്കുറിച്ച് പഠിക്കുമെന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആദ്യ പ്രതികരണം. കേരളത്തിൽ കൂടുതൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതുണ്ടാവാത്തത് വലിയ തിരിച്ചടിയാണെന്നുമാണ് യെച്ചൂരി പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായില്ല. ഒരു വാർത്താ കുറിപ്പിറക്കി തടി തപ്പുകയായിരുന്നു പിണറായി. കേരളത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നാണ് പിണറായി വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആവശ്യമെങ്കിൽ തെറ്റുതിരുത്താനും കൂടുതൽ ശക്തി പകരാനും ശ്രമിക്കുമെന്നാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. തൃശൂരിലെ BJPയുടെ വിജയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും തോൽവി അംഗീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. വോട്ട് ഷെയർ 1% മാത്രമാണെന്നും ദേശീയ തലത്തിൽ മോദിക്കെതിരെയുള്ള വികാരമാണ് UDF-ന് വിജയം കൈവരിക്കാനായതെന്നുമൊക്കെ ന്യായങ്ങൾ നിരത്താം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് കേരളത്തിലെ വോട്ടർമാർ പ്രതീക്ഷിച്ചതിനാലാണ് UDF തരംഗം എന്നും പറയാം. എന്നാൽ തൃശൂരിൽ BJP എങ്ങനെ വിജയിച്ചുവെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പിണറായി ബുദ്ധിമുട്ടും. CPM സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും നിയന്ത്രണമില്ലാത്ത സംസ്ഥാനത്തെ ഇടതുഭരണമുണ്ടാക്കിയ അവമതിപ്പാണ് ഈ ദയനീയ തോൽവിക്ക് കാരണമെന്ന് കാരണഭൂതൻ സമ്മതിക്കുമോ? ഫാൻസ് അസോസിയേഷൻകാരായ CPM അണികൾ അക്കാര്യം സമ്മതിക്കുമോ? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളും പോലീസിന്റെ തലതിരിഞ്ഞ നടപടികളും ഈ തിരിച്ചടിക്ക് കാരണമായെന്ന് CPM സമ്മതിക്കുമോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട EP ജയരാജന്റെ BJP ബന്ധവും പ്രകാശ് ജാവ്ദേക്കറുമായി ഉണ്ടായ കൂടിക്കാഴ്ച വിവാദവും പാർട്ടി നേതാക്കൾക്ക് വലിയ സംഭവമൊന്നും ആയിരുന്നില്ലെങ്കിലും പാർട്ടിയെ നെഞ്ചിലേറ്റിയവർക്ക് അതൊരു നെഞ്ചിലേറ്റ മുറിവായിരുന്നു. ചിലപ്പോൾ LDF കൺവീനർ സ്ഥാനത്തു നിന്നും ജയരാജനെ മാറ്റി നിർത്തി അണികളെ ആശ്വസിപ്പിച്ചേക്കാം. എന്നാൽ അത് തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണല്ലോ സഖാവേ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്റെ ജോലി കഴിഞ്ഞെന്ന നിലപാടിലായിരുന്നല്ലോ മുഖ്യമന്ത്രി പിണറായി. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതു തരംഗം ഉണ്ടാകുമെന്നും താമര വിരിയില്ലെന്നുമൊക്കെയുള്ള പ്രഖ്യാപനം നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവുമോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്? ഇടതുമുന്നണിക്ക് വൻ വിജയം ലഭിക്കുമെന്ന സന്തോഷത്തിലാണോ സക്കുടുംബം വിദേശയാത്രക്ക് പോയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമോ? കേരളത്തിന് പുറത്ത് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരത്തെ നേരിടുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് പാർട്ടി നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിച്ചിരുന്നു. കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാളിലും മറ്റുമായി നിരവധി സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നല്ലോ സഖാവെ. രാജ്യത്തെ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് കുടുംബസമേതം വിനോദയാത്ര പോവാൻ എങ്ങനെയാണ് ധൈര്യം കാട്ടിയത്? CPM ദേശീയ നേതൃത്വം അത്രയേറെ ദുർബലമായതിനാലാണല്ലോ ഇതൊക്കെ സാധിച്ചത്. സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും കാൽച്ചുവട്ടിലായതോടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി പിണറായി വിജയൻ മാറിയതിന്റെ തിക്തഫലമാണല്ലോ സഖാക്കളെ ഈ ദയനീയ തോൽവി. ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ 16, 17 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യുമോ? 18, 19, 20 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യുമോ? കേരളത്തിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും തിരിച്ചടികൾ പഠിക്കുമെന്നും പറഞ്ഞ് പിരിയുകയല്ലാതെ പിണറായി സഖാവെ ഈ രീതിയിൽ പോയാൽ ഈ പാർട്ടി അധികകാലമൊന്നും കേരളത്തിൽ കാണില്ലെന്നും ഇവിടെ നിങ്ങൾ പരസ്യമായി വർഗീയ ഫാസിസ്റ്റ് ശക്തികളെന്ന് വിശേഷിപ്പിക്കുകയും രഹസ്യമായി സഹായിക്കുകയും ചെയ്യുന്ന BJP വളരുമെന്നും പറയാനുള്ള ധൈര്യം കാണിക്കുമോ? കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെതിരെ ഉയർന്ന പ്രധാന ആരോപണം BJP-യുമായുള്ള അന്തർധാരയായിരുന്നല്ലോ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾ EDയുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പകച്ചു നിന്നപ്പോൾ തൃശൂരിലെ സഖാക്കളെ രക്ഷിക്കാൻ തങ്ങൾ BJP-യോട് അടിയറവ് പറഞ്ഞു. തൃശൂരിൽ BJP-യുമായി CPM നേതാക്കൾക്ക് അന്തർധാരയുണ്ടെന്ന ആരോപണം കോൺഗ്രസ് തുടക്കം തൊട്ടേ ഉന്നയിച്ചിരുന്നല്ലോ. അത് ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയെങ്കിലും തങ്ങൾക്കുണ്ടായിരുന്നില്ലേ? കരിമണൽ അഴിമതി ആരോപണവും മാസപ്പടി കേസുമൊക്കെ വന്നപ്പോൾ പകച്ചുപോയോ?
കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന് ലഭിക്കേണ്ടിയിരുന്ന UDF വോട്ടുകളാണ് സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയതെന്നൊക്കെ CPM താൽക്കാലികമായി കണ്ടെത്തിയ ന്യായം മാത്രമാണല്ലോ. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് തടയാനുള്ള രാഷ്ട്രീയ ബാധ്യത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. ഇടതുപക്ഷം നേരത്തെ വിജയിച്ചിരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായിരുന്നു തൃശൂർ. ആ മണ്ഡലം എങ്ങനെയാണ് നഷ്ടമായത്? നരേന്ദ്രമോദി തൃശൂരിൽ വട്ടമിട്ട് പറന്നപ്പോഴും അറിയില്ലായിരുന്നു വരാൻ പോകുന്ന അപകടം. സുനിൽകുമാറിന്റെ ജനപ്രീതിയിൽ അങ്ങ് രക്ഷപ്പെട്ടാൽ ഇടതുപക്ഷം രക്ഷപ്പെട്ടെന്ന നിലപാടിലായിരുന്നു താങ്കൾ. തൃശൂർ മണ്ഡലം കൈവിട്ടു പോവാൻ പ്രധാന കാരണങ്ങളിലൊന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണെന്ന് CPIയുടെ വിലയിരുത്തൽ. CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ തിരിച്ചടിയല്ലേ ഉണ്ടായത്? പത്തനംതിട്ടയിലും ചാലക്കുടിയിലും മലപ്പുറത്തുമൊഴികെ 17 മണ്ഡലങ്ങളിലും BJPക്ക് വോട്ട് വർദ്ധിച്ച വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി അങ്ങ് വിജയിച്ചു കളയാമെന്ന താങ്കളുടെ അടവ് നയം ആകെ പാളിയതിന്റെ തിരിച്ചടിയാണിതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുമോ? സമസ്തയെയും ലീഗിനെയും പിളർത്തി ഭരണ തുടർച്ചയുണ്ടാക്കാനുള്ള നീക്കവും കേരളത്തിലെ ഈ തിരിച്ചടിക്ക് കാരണമായതായി തിരിച്ചറിയുമോ? DMKയുടെ തണലിൽ 2 സീറ്റ് രാജസ്ഥാനിൽ, കോൺഗ്രസിന്റെ പിൻബലത്തിൽ 1 സീറ്റും വിജയിച്ച CPM ഭരണത്തിലിരിക്കുന്ന കേരളത്തിലുണ്ടായ തിരിച്ചടികൾ അല്പമെങ്കിലും നാണം തോന്നുന്നുണ്ടോ സഖാവേ? പിണറായി വിജയന്റേത് ഒരു കടത്തുകാരന്റെ റോളാണെന്ന CPM നേതാവ് CP ജോണിന്റെ പ്രതികരണമാണ് വാൽകഷ്ണമായി സൂചിപ്പിക്കാനുള്ളത്. വഞ്ചി ഒന്ന് ചരിഞ്ഞാൽ എല്ലാം തകർന്നു പോകാൻ സാധ്യതയുള്ളതാണെന്ന് ഈ കടത്തുകാരൻ ഒരിക്കലും ആലോചിക്കാത്തത് അത്ഭുതമാണ്.